നമ്മുടെ സ്വന്തം സ്പ്ലെൻഡറും RC ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കണ്ടുമുട്ടലാട്ടോ. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ കേട്ടോ. ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ട്രാവൽ വ്ളോഗിൽ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതെന്തെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. വാടാ കയറിപ്പോ. ദേ കണ്ടോ, ഇതാണ് ഇന്നത്തെ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ടോയ്സും ഒരുമിച്ച് ട്രിപ്പ് പോകട്ടോ. എനിക്ക് ആദ്യം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിങ്ങനെ വ്യൂ പോയിന്റിൽ നിന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ ആഗ്രഹിക്കും. അതായത് സ്പ്ലെൻഡറായിട്ട് പോകുമ്പോൾ ആഗ്രഹിക്കും, RCയും കൂടെ ഉണ്ടായിരുന്നതിൽ അങ്ങനെ ആഗ്രഹിക്കും. അതുപോലെ RC ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കും, സ്പ്ലെൻഡർ കൂടെ ഉണ്ടായിരുന്നതിൽ അങ്ങനെ ആഗ്രഹിക്കും. അപ്പോൾ ഇന്ന് രണ്ടും കൂടെ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. സംഭവം ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. ഞങ്ങൾ 4 പേരെന്ന് പറയുമ്പോൾ ഞങ്ങൾ +2 പഠിച്ച പിള്ളേരാട്ടോ. അതായത് +2 +1 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. നമ്മളെ ഡേദിയാലുള്ള നമ്മളെ ടീംസൊന്നുമല്ല. അവിടെയുള്ള ഷാഹിദുണ്ട്, ബാക്കി ഒന്ന് തംജു, അതായത് ജിത്തുമോൻ എന്ന് പറയും, ഒന്ന് ദേ ഇവന് സവാദ് എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുറേ ഡെസ്റ്റിനേഷൻ കവർ ചെയ്യുക ആ ഒരു രീതിക്കുള്ള ട്രിപ്പല്ല. നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടുക, അതാണ് ഈ ഒരു ട്രിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം. അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. അപ്പോൾ ഇതിനുവേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളിട്ടാൽ മതി. നമ്മുടെ ഇന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് സ്പോട്ടിൽ തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ അവന് ഷാഹിദിനെ എടുക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ പോയിട്ട് ജിത്തു എന്ന് പറയുമ്പോൾ ചേളാരി സൈഡാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി ജിത്തുവിനെ എടുക്കണം. സവാദ് നേരെ പോയി ഷാഹിദിനെ എടുത്ത് തിരിച്ച് നേരെ ഇങ്ങോട്ട് വരുന്നതാണ്. അതായത് ഇങ്ങോട്ടല്ല, തിരിച്ച് നേരെ നമ്മുടെ കാക്കഞ്ചേരി പമ്പിലെത്തുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മീറ്റ് ചെയ്ത് പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ പോകാനാണ് പ്ലാന്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലോട്ടാട്ടോ. വയനാട് സൈഡ് കയറാൻ പോവാണ്. ജസ്റ്റ് പോകുന്നു, നമ്മളൊരു ക്യാമ്പിങ് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് നടക്കോ ഇല്ലയെന്ന് കൺഫ്യൂസായി അവസാനമായിട്ട് കൺഫേം ആയ സംഭവം കേട്ടോ. അതായത് നമുക്ക് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് വന്നപ്പോഴേക്കും വീക്കെൻഡാണ്, അതുപോലെ സൺഡേ ആണ്, എല്ലാം ഒരുമിച്ച് വന്നപ്പം നമുക്ക് റിസോർട്ട് ഫുള്ള് സോൾഡ് ഔട്ട് ആയി പോയി. അപ്പം നമ്മൾ കുറേ അന്വേഷിച്ച് അവസാനം ഒരു ക്യാമ്പിങ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ടെൻറ്റ് ക്യാമ്പിങ്, ഒരു ട്രിപ്പ് 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഓടും നോക്കാം. എങ്ങനെ നോക്കിയാലും ഫുള്ളി ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാൾ മുമ്പേ കണ്ട ഫ്രണ്ട്സാണ്. കുറേ ആയിട്ട് ഒരു ടച്ച് ഇല്ലാത്ത ഫ്രണ്ട്സാണ്, ഭയങ്കര അടുപ്പമുള്ള ഫ്രണ്ട്സാണ്. ഞാനിപ്പോൾ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു +2 +1 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സായിരിക്കും. അതായത് ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സായിരിക്കും. പക്ഷേ അതിൽ നമ്മൾ എപ്പോഴും കൂടെ നടക്കുന്ന, എപ്പോഴും നമ്മളൊരു 4 പേര് 5 പേര് ഒരുമിച്ച് നടക്കുന്ന അങ്ങനെയുള്ള ഫ്രണ്ട്സ് കാണില്ലേ, അങ്ങനെയുള്ളൊരു ടീം കാണില്ല എല്ലാവർക്കും. അതുപോലെയുള്ള നമ്മളെ ടീമാണ്. അത്രയ്ക്ക് കണക്ഷനുള്ള നമ്മൾ 4 പേര് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് ഒരുമിച്ച് കൂടുക, ആ ഒരു സംഭവമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷാഹിദും ജിത്തും ഒക്കെ ഭയങ്കര ബിസിയാണ്. ഞാനിടയ്ക്ക് സവാദിനെ കാണാറുണ്ട്. അതുപോലെ ഷാഹിദിനെ പിന്നെ മിക്ക ദിവസവും കാണുന്നതാണ്. ഷാഹിദിൻ്റെ നാട്ടിലുള്ള തന്നെയാണ്. സവാദും കുറച്ചടുത്തുള്ള തന്നെയാണ്. അവനെയും ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട്. പിന്നെ ജിത്തുവാണ് പറ്റേ എന്താ പറയുക ഒരു കാണാത്ത, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് കേട്ടോ. ആഴ്ചയിലൊക്കെ കാണാറുണ്ട്. ചേളാരി സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും കാണാറുണ്ട്. അതായത് ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന അങ്ങനെ ഒരു ശീലമുണ്ട് എനിക്ക്. അതിങ്ങനെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് പോയി മീറ്റ് ചെയ്ത് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് എൻ്റെത്. പക്ഷേ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. അതായത് ഈ 4 പേര് ഒരുമിച്ച് കൂടുകയാണ്. അതാണ് സംഭവം. അതെന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് എക്സൈറ്റ് ആണ്. അപ്പോൾ ഞാൻ നേരെ പോയി ജിത്തുവിനൊന്ന് വിളിക്കണം. ഓക്കെ, അപ്പോൾ അവന് അവിടെ അവിടെ ഒരു പോളുണ്ട്, അതായത് കോളേജ് ഉണ്ട്, പോളി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പരിസരത്ത് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഭയങ്കര എക്സൈറ്റ് ആണ്. ഒരുപാട് ആളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ. ഞാനായിട്ട് ഇതിന് മെയിൻലി എന്താ പറയുക ഇൻട്രസ്റ്റ് കാണിച്ചേ. അതായത് ഞാനാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചേ. ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണുമ്പോഴേക്ക് പറയാം നമുക്കൊന്ന് കൂടണം അങ്ങനെ പറഞ്ഞ് അവസാനം ആയതാണ്. ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റ് ആണ്. ഗായ്സ്, ഇതിൽ പോയാൽ ഇച്ചിരി സീനാണ്. പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കുറേ കാലമായി കൂടണം. അല്ലോ, അതിന് ഫുഡ് റെസ്റ്റ് വരിട്ട്. ഓക്കെ, പിടിച്ചിട്ട് എന്നെ പിടിച്ചോ, എൻ്റെ കംഫർട്ടിനനുസരിച്ച് പിടിച്ചോ. അവിടെ അല്ലെങ്കിൽ ഇവിടെ ടാങ്ക് മേലോ എൻ്റെ കംഫർട്ടിനനുസരിച്ച്.
ഞാൻ ബാക്കൊക്കെ വരില്ല. ഓക്കെ, അപ്പം ജിത്തുവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്തെന്ന് പറയുമ്പം നമുക്ക് എല്ലാവരുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം. അറ്റള് വരുന്നുണ്ട്. അറ്റള് ഇവിടെ എൻ്റെ വണ്ടിയായിട്ടേ സമാധി ഷാജിനെ കൂട്ടാൻ പോയിണ്. എന്നിട്ട് ഷാജിനെ കൂട്ടിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് എത്താൻ പറഞ്ഞാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പോകുന്നു. ഗൈസ് ദേ ടീംസ്. യോ എടാ മോനെ ജിത്തു, അല്ലോ മറ്റേ കറക്റ്റ് മറ്റേ ഇത് മാറി കേട്ടോ, ജൈമ തട്ടിച്ചല്ലേ. നമ്മൾ ഒരുപാട് ആളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു കണ്ടുമുട്ടലാട്ടോ. അപ്പം നമ്മുടെ പെട്രോൾ കിട്ടി. നമ്മളെ ബായ് ഇവിടെ ഉണ്ട്. ഭയ്യാ ഭയ്യാ മാലു കൈസേ? अभी वायनाड में जाएगा. अभी जा रहा है. मेरे दोनों 2 गाड़ियों जाएगा. अभी कल किधर गया? कल उधर पूरा फोगी. हाँ वो कक्काडम पोइल है ना. कक्काडम पोइल. कक्काडम पोइल. हाँ वो यहाँ से 50 किलोमीटर. कम ही दूर है. फुल ऐसा അപ്പം നമ്മൾ ഫുൾ അടിക്കുവാണ്. भैया ये टॉप का नीचे ऊपर ना जाओ. ഇത് ഫുള്ളാക്കുക. അതെന്തായാലും ഒരു ഫുള്ള് വേണ്ടി വരും. ഇത് ഹാഫ് ഉണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഒരു 400-500 ആവുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളാവും. നോക്കിക്കോ, ഒരു 400-500 കയറിപ്പോയി. കണ്ടാ മേലെത്തി. കണ്ടാ 400-500 മതി മതി. ബസ് 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 हाँ बस बस ये इसका गाड़ी सीधा करेगा नीचे. ട്രിപ്പ് സ്റ്റാർട്ടായിട്ടോ. അതേ മുന്നിൽ നമ്മളെ സ്പ്ലെൻഡർ, ബാക്കിൽ RC. നമ്മളിപ്പോൾ എയർ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പോവാണ്. കഴിയുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. ആ ഒരു മൈൻഡിൽ ഇങ്ങനെ പോവാണ്. എനിക്ക് ഭയങ്കര ത്രില്ലാട്ടോ ഈ ഒരു ട്രിപ്പ്. കാരണം ഇതുപോലെ എൻ്റെ 2 വണ്ടിയും അതുപോലെ നമ്മളെ ചെക്കന്മാരും നമ്മളെ പിള്ളേരും. ഇങ്ങനെ നിന്നാ കഴിയൂലോടാ, കുറച്ച് കയറ്റി വെച്ചോ. അതിൽ ഏറെ അടിച്ചണ്ട്. വാ, ഏറെ കടിച്ച കാലം മറന്നാണ്. ഗൈസ് അങ്ങനെ അതേ നമ്മൾ അവിടെ നിന്ന് പരിപാടീസ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ടു. അതായത് ഫുൽ ഫില്ലിങ്, അതുപോലെ എയർ ഫില്ലിങ്, അതുപോലെ 1-2 പിക്കൊക്കെ നൈസായിട്ട് അടിച്ച് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇച്ചിരി ടാസ്ക് ഏരിയ കേട്ടോ. ടാസ്ക് മീൻസ് ഒരു പൊടി പിടിച്ച ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു പന്തീരങ്കാവ് ഉണ്ടല്ലോ, പന്തീരങ്കാവ് കഴിഞ്ഞിട്ട് തൊണ്ടയാട് ആ ഒരു അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ട് ഇനി കാണാം കേട്ടോ. അതാകുമ്പോൾ നല്ല റോഡായിരിക്കും. തീർമ്പോൾ ഒരു പൊടിയൊക്കെ ഇങ്ങനെ കാണിക്കേണ്ടി വരും നിങ്ങളെ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയൊക്കെ എത്തിയിട്ട് കാണാം. ഇടയ്ക്ക് അതിലോണം എത്തിയപ്പോൾ നമ്മൾ ചുമ്മാ 2 വണ്ടി ഒരുമിച്ച് വെച്ച് ഇങ്ങനെ പിക്കൊക്കെ അടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ കൂട്ടിയാ ബൈക്കിൻ്റെ ഇല്ല അനക്ക് ബൈക്ക് പോകാൻ തന്നെ അല്ലേ? പെരുമയില്ല. പക്ഷെ രാവിലെ നല്ല മഴ ഉണ്ട്. ഇനി ഞാൻ ചായ തിഞ്ഞ് വെറുപ്പിച്ചൊന്ന് കാറെടുക്കാൻ മഴ ഉണ്ടപ്പോളേ. അങ്ങനെ ജിത്തുമോൻ കാണാം എവിടെയെല്ലാം വെച്ച് പോവാ. എന്നാ എൻ്റെ ചട്ടി അനീസ് പറടാ പറടാ. ഗൈസ് അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അവന് കിട്ടിയില്ല തോന്നുന്നു കേട്ടോ ഗ്ലൗ. ഇവിടെ സൈക്കിളിൻ്റെ മാത്രമേ ഉള്ളൂ. ഓ ബാഗ് പോലെ എടുത്താ. എൻ്റെ കയ്യിൻ്റെ കളർ നോക്കിയാ. എൻ്റെ അമ്മേ എത്തത്. എൻ്റെ ഗ്ലൗ അതിലുണ്ട്. ഇജ തംജൂക്കൊന്ന് വിളിച്ചാ ഇവിടെ സൈഡാക്കാൻ പറയും വണ്ടി. ഗായ്സ് കയ്യിൻ്റെ ഒക്കെ കളർ കണ്ടിട്ട് പ്രാന്താ കേട്ടോ. കാരണം വൃത്തിയാക്കി വെച്ച സംഭവമായിരുന്നു. വരന്ന് ഇറങ്ങുമ്പോൾ അല്ലാത്തൊരു കോലം. ഇപ്പം മുറിവൊക്കെ ഉണ്ട്. ഗ്ലൗ ഇട്ടാൽ മുറിവ് കൂടാനാണ് ചാൻസ്.
പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഈ ഒരു വെയിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ വേണം എന്തായാലും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക സ്ലീവൊക്കെ എടുത്തിട്ട്, ഹാൻഡ് സ്ലീവ്. പക്ഷേ ഗ്ലൗ ഞാൻ ബാഗിലിട്ടുണ്ടായിരുന്നു, പോകുന്ന സമയത്ത് ഇടാമെന്ന് കരുതി, പക്ഷേ മറന്നു. അപ്പം ഇനി അവരെ പിടിക്കണം, അവർ കുറച്ച് ഫ്രണ്ടിലാണ്. രണ്ടും നമ്മുടെ വണ്ടി, സ്പ്ലെൻഡറും RC ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. അല്ലാ, ട്രാഫിക് പോലീസ് എന്താ പറഞ്ഞു ജി? ആ ബാഗ് കൊടുത്താ ഇവിടെ അങ്ങനെ നേർക്ക് നിൽക്കും. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ഫോഗ് പോലെ വരുന്നുണ്ട് കേട്ടോ, എന്താ സംഭവം എന്നറിയില്ല. വെള്ളം ഇറങ്ങി തന്നെ ആയിരിക്കും മിക്കവാറും, പക്ഷേ ഇതിൽ വെള്ളം ഇറങ്ങാൻ ചാൻസ് കുറവാണല്ലോ. ഓ, ഞാൻ വരേണ്ടില്ലായിരുന്നു കേട്ടോ, അവിടെ സ്ക്രാച്ചായി. ഇതേ കണ്ടോ സ്പ്ലെൻഡർ. നമ്മളെ റേഡിയേറ്റർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഒരു RX KEZ കേട്ടോ, വേറെ ഏതോ രജിസ്ട്രേഷൻ. എനിക്ക് തോന്നുന്നു പക്ക പഴയ മോഡൽ രജിസ്ട്രേഷൻ ഉണ്ട്, അതിനിങ്ങനെയാണ് നമ്പർ വരാറ്. അതായത് KL വരുന്നതിന് മുമ്പുള്ളൊരു എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കുറച്ച് പഴയ രജിസ്ട്രേഷനാണെന്ന് തോന്നുന്നു. പക്ഷേ നോക്കിക്കേ, ആളുടെ ഹെയറും ആ ഒരു മൊത്തം ഒരു കോസ്റ്റ്യൂം ഒരു 90s ആ ഒരു ടച്ചുള്ള സംഭവം മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജും കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. ഗൈസ്, അങ്ങനെ ഏകദേശം ഇങ്ങനെ ഈ ഒരു സ്ഥലത്തോട്ട് അടുത്തെത്തിയപ്പോൾ ഇങ്ങനെ മഴ തന്നു തുടങ്ങിയിട്ടോ. ചുരം ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പം മഴ തുടങ്ങി ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നിർത്തണം, എന്നിട്ട് ഗോപ്രോൻ്റെ ഈ ഒരു സെറ്റപ്പ് മാറ്റണം ഗൈസ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കോട്ടൊക്കെ ഇട്ടൊന്ന് സെറ്റപ്പ് ആവണം കേട്ടോ. അവന്മാരോടൊന്ന് നിർത്താനും പറയണം, അവന്മാർ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും നിർത്തി കാണും. മുന്നിലോട്ടുള്ള വിഷ്വലൊക്കെ ചിലപ്പം ഓഡിയോ ഒന്നും ഇത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ലാണ്ടായിരിക്കും ഇവിടെ ഞാൻ എടുക്കുക. കാരണം ഈ ഒരു അഡാപ്റ്റർ വെച്ചുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ മഴത്ത് ടാസ്ക്കാണ്, അഡാപ്റ്റർ അടിച്ചു പോവും. അഡാപ്റ്ററിന് ഏകദേശം 4000-4500 രൂപ പ്രൈസ് ഉണ്ട്. അപ്പോൾ പിന്നെ വെറുതെ പണി ചോദിച്ച് മേടിക്കണമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാഗ് വരുന്നുണ്ട് കേട്ടോ, ബാഗ് അവരുടെ കയ്യിലാണ്. അതിൽ ഗോപ്രോയുടെ വേറൊരു ഡോറുണ്ട്, അപ്പോൾ ആ ഒരു ഡോർ ഇട്ടിട്ട് അത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. ഇതിന് ഈ ഒരു അഡാപ്റ്റർ കുത്താനുള്ള ഹോളുള്ള കാരണം ഇത് വാട്ടർ പ്രൂഫ് ആവില്ല. പറയുമ്പോൾ സൗണ്ട് ക്വാളിറ്റി ഇച്ചിരി കുറവായിരിക്കും. നമ്മളെല്ലാവരും ഹാൻഡ് കഴിച്ച് ബാഗിലിട്ടു. സായുണ്ടോ ഷൂ പോലും ഇല്ല, ഷൂ നനയെന്ന് പറഞ്ഞിട്ട് ഷൂ ഒക്കെ ഇതിനുള്ളിലേക്ക് എത്തി വെച്ചു, ഫുൾ സെറ്റപ്പ് ചെയ്തു. സവാദ് പിന്നെ ഷൂ ഒക്കെ നല്ല പോർട്ടബിൾ എന്നുള്ള വൈദ്യുതി. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ കക്കാടംപോയിൽ പോയപ്പോൾ ഇട്ട ഷൂ ആണ്, അപ്പോൾ നനവുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ബാഗിൽ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇനിയെന്ന് പറയുമ്പോൾ ഞാൻ വിഷ്വൽ നഷ്ടമാണ്ടോന്ന് വെച്ചിട്ടോ ഈ ഒരു സെറ്റപ്പിലും ഗോപ്രോ വെക്കുന്നത്. അതായത് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറല്ല, മറ്റേ ഡോറാണ്. ഇന്നറാണ് ഇട്ടേക്കുന്നത്, സ്റ്റാൻഡ് നനയ്ക്കണമെന്ന് കരുതി. കയറി ഇനിയാണ് വൈബ്. ഇൻഡിക്കേറ്റർ 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 ഇട്ടോളൂ. ഇൻഡിക്കേറ്റർ ഇട്ടോളൂ. ഇൻഡിക്കേറ്റർ ആക്കാനാ ഞാൻ റെഡിയാക്കിയിരുന്നോ? നിൽക്ക് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടിച്ചു പോയോ? ഒന്ന് പോട്ടെ. ഓക്കെ, ഇപ്പോഴാണ് സെറ്റായത്. ഇൻഡിക്കേറ്റർ പറയുന്നത് കേൾക്കാമെന്നൊന്നും അറിയില്ല, പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ താമരശ്ശേരി എത്തിയിട്ടു. അപ്പോൾ ഇനി നമ്മൾ അവർ കുറച്ച് പിറകിലാണ്, പക്ഷേ സൗണ്ടൊന്നും കേൾക്കാൻ ചാൻസ് കുറവാട്ടോ. ക്ലാരിറ്റിയിൽ കേൾക്കാൻ ചാൻസ് കുറവാണ്, കാരണം മൊത്തം നോയിസാണല്ലോ, സൗണ്ടല്ലോ. പിന്നെ അത്യാവശ്യം റഷും ക്രൗഡൊക്കെ ഉണ്ട് കേട്ടോ. റോട്ടിലും മൊത്തത്തിൽ ഭയങ്കര ബ്ലോക്കൊക്കെയാണ്. അല്ലാഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇത്രക്ക് ബ്ലോക്കൊന്നും ഉണ്ടാകുന്ന ഏരിയല്ല. ഞാൻ മുമ്പ് വന്ന സമയത്തൊക്കെ ഇത് വീക്കെൻഡായ കാരണമാണ്. ഞങ്ങൾ നല്ലങ്ങനെ പോയിന്.
അന്റെ ഫോണില് എന്റെ ഫോണില് എന്റെ ഫോണില് വീഡിയോ എടുത്ത് നോക്കില്ല ഇതില് അവിടെ മഴയില്ലല്ലോ. ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും ഇവരെ കണ്ടുമുട്ടി. ഇനി ഇതേ പോകാൻ പോവാണ്. ഇവർ വേറൊരു വണ്ടീനെ കണ്ട് അവിടെ നിന്ന് പോയപ്പോൾ ഹെൽപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലാഗാണ്. നമ്മളൊരു ആവറേജിൽ ഇങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ എത്തിക്കോട്ടെ എത്തി. എടുക്കണ്ടോ മറ്റേ സ്ഥലത്തേടാ. കൂടുതൽ നിർത്താൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റിസോർട്ട് ബുക്കറാണ്. അപ്പോൾ അതിനുള്ള സമയം അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. കാരണം ചെക്കിൻ ടൈം 4 മണിയാട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് അത്യാവശ്യം 30-35 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ പെട്ടെന്ന് പോകാൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നാളെ ആയിട്ടാണ് പറഞ്ഞത്.
എന്താ വെച്ചാൽ നിർത്തരുത് എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് നമ്മളറിയാതെ നിർത്തി പോകട്ടോ. അതായത് ഈ ഒരു വ്യൂ, ഈ ഒരു സംഭവം കാണുമ്പോൾ അറിയാണ്ട് നിർത്തി പോവാണ്. നല്ല ലാഗാണ്. 4 മണിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മണി ആയി കാണും. നല്ല മൂടാട്ടോ ഇതുപോലെ പോകാൻ. ട്രൗസർ അതുപോലെ പുള്ളി മഴ കൊണ്ട് ഷൂവൊക്കെ ഫുള്ളി സ്ലിപ്പറി ആയിട്ടുണ്ട്. നമുക്ക് പാർസലാണ് ഉണ്ട്. ആദ്യം ഇവിടുന്ന് കഴിക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ നേരെ വന്ന് ഇവിടെ പനമരം എത്തി. ഇങ്ങനെ വണ്ടി റെസ്റ്റ് എടുത്ത് ഫുള്ളി മഴ കേട്ടോ. പിന്നെ ക്യാമൊക്കെ ഓഫ് ചെയ്ത് അങ്ങ് പോകുന്നതാണ്. ചായ കഴിച്ചുകൊണ്ടിരിക്കണം. ഗൈസ് അങ്ങനെ നമ്മൾ നൈറ്റിലേക്കുള്ള ഫുഡ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എത്രയായി? 254. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് വിടാൻ പോവാണേ. അല്ല ജിത്തു ഇപ്പോൾ സെറ്റാണ് കേട്ടോ. ജിത്തുവിൻ്റെ മുടിയൊക്കെ സെറ്റാണ്. ഇതൊക്കെ കാണുമ്പോൾ മുടി ഇങ്ങനെ വെട്ടേണ്ടില്ലെന്നൊക്കെ തോന്നുന്നു. നമ്മളെ വണ്ടിയൊക്കെ അതേ ഇവിടെ കിടക്കുന്നുണ്ട്. ഫസ്റ്റ് റൈഡ് കേട്ടോ, 2 ടോയും വെച്ചിട്ട്. ഇങ്ങനെ ആയതേ വണ്ടി കോലാണ്. ഷൂ വരെ ഊരിയാണ്ടാണ് പോകുന്നത്. ഞാനും അതേ അവസ്ഥ തന്നെയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇതേ റിസോർട്ട് സംഭവത്തിലെത്തിയിട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ സേഫായി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ റൂം അവൈലബിൾ ഉണ്ട്. അപ്പോൾ റൂം ചിലപ്പം നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ ലാസ്റ്റ് കിട്ടിയ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ടെൻറ്റ് ക്യാമ്പിങ്. അപ്പോൾ അത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞൊരു റൂം ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കും. ഗൈസ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ടെൻറ്റ് ക്യാമ്പിങ് ഒഴിവാക്കിയിട്ട് ഭയങ്കര മഴ വേണം. അപ്പം ഒന്നും കൂടെ കംഫർട്ട് ഇതാണെന്ന് തോന്നി. പിന്നെ ചാർജിങ് ബോർഡ് സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മോർണിംഗ് കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ഇതിൻ്റെ പേര് ചെയ്തേ, ഇതിൻ്റെ പേരെന്താ? അപ്പ് ഡൗൺ ആടുകയാണ് ഗൈസ്. രാത്രി അല്ലോ എന്നെ തള്ളിയതല്ലടാ. അപ്പ് ഡൗൺ കുണ്ടിയാനായി അല്ലോ സീന് കഴിഞ്ഞ്. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇവിടെ ഇങ്ങനെ തെണ്ട് പറഞ്ഞു കേട്ടോ. ഇവിടെ ആരൊക്കെയോ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്. അതായത് നമ്മളെ പിള്ളേർ നമ്മളിങ്ങനെ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം 1 ഏക്കറിനകത്ത് കിടക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞാലും ഇവിടുത്തെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നാളെ കാണാം. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട്